സാറ് പറയുന്ന പോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് ഒപ്പിടുന്ന ടൈം വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കേരള ബാങ്കിലേക്ക് ഒരു എൻട്രി ജെസിയും ഇങ്ങനെ ഒരുമിച്ച് വന്ന സമയത്ത് യൂട്യൂബിലെടുത്ത് സഹകരണത്തിൻ്റെ ക്ലാസ്സുകൾ അടിച്ച് നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് ഏറ്റവും ആദ്യം വന്നത് സഹകാരിയുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ കുറേ ക്ലാസ്സുകൾ പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു വിഷയത്തോട് ഇഷ്ടം തോന്നുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ വന്നത് ശരിക്കും പറഞ്ഞാൽ സഹകാരിയുടെ സാറിൻ്റെ ക്ലാസ്സുകളായിരുന്നു. സഹകാരി റേസ് പ്ലസ് കേരള ബാങ്കിന്റെ സച്ച് സ്റ്റോറി സീരീസ് ഇങ്ങനെ തുടരുകയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായിലാണ്. പാലായിൽ നമ്മുടെ സൊസൈറ്റി കാറ്റഗറിയിൽ 80 റാങ്ക് വാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ബെഞ്ചമിനെ ഇന്ന് കാണുകയാണ്. ബെഞ്ചമിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും പഠന വിശേഷങ്ങളും നിങ്ങൾക്കായി ഇന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ബെഞ്ചമിൻ, നമുക്ക് എങ്ങനെ സഹകാരിയിൽ ഫസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? സഹകാരിയിലേക്ക് എൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുകളിൽ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ, സാറിൻ്റെ രാജേഷ് സാറിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമുക്ക് നിരന്തരമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കേരള ബാങ്കിലേക്ക് ഒരു എൻട്രി ജെസിയും ഇങ്ങനെ ഒരുമിച്ച് വന്ന സമയത്ത് അപ്പോൾ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നൊരു താല്പര്യം വന്നപ്പോൾ ആദ്യമേ നമ്മൾ യൂട്യൂബിലെടുത്ത് സഹകരണത്തിൻ്റെ ക്ലാസ്സുകൾ അടിച്ച് നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് ഏറ്റവും ആദ്യം വന്നത് സഹകാരിയുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ കുറേ ക്ലാസ്സുകൾ പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ക്ലാസ്സുകളുടെ നമുക്ക് ഈ ഒരു വിഷയത്തോട് ഇഷ്ടം തോന്നുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ വന്നത് ശരിക്കും പറഞ്ഞ സഹകാരിയുടെ സാറിൻ്റെ ക്ലാസ്സുകളായിരുന്നു. രാജേഷ് സാറിൻ്റെ ക്ലാസ് ആദ്യം, പിന്നെ ശ്യാം സാറിൻ്റെ ക്ലാസ്. അതാണ് അപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സഹകാരിയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. വേറെ റെഫറൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് യൂട്യൂബ്. അതെ അതെ. 2023 ഡിസംബർ അല്ലേ? ഡിസംബറിൽ നമ്മുടെ JSA നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ബെഞ്ചമിൻ ഇവിടെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതൊക്കെ. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെ പഠിച്ചു തുടങ്ങിയായിരുന്നോ? ആക്ച്വലി നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ് ആക്ച്വലി ഞാൻ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വെച്ചത്. കാരണം നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടിയത്, ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലാസ്സുകൾ കണ്ടപ്പോൾ എനിക്കത് പറ്റുന്നൊരു തോന്നലുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് തുടങ്ങിയത്. അപ്പൊ നമുക്ക് എനിക്കൊന്ന് മാർച്ചിലൊക്കെ അല്ലേ, മാർച്ച് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. അതെ, കാരണം വെച്ചാൽ ലീവിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടാണ്. കാരണം ഇയർ എൻഡിങ് വരുന്നത് കൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ബാങ്കിങ് മേഖല. അതെ അതെ. അപ്പോൾ ഞാൻ ഏപ്രിൽ 15 തൊട്ടാണ് ആക്ച്വലി എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏപ്രിൽ 15 തൊട്ടാണ് ഞാൻ ശരിക്കും ഇതിനകത്തേക്ക് ഒരു പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് കടന്നത് ആക്ച്വലി. അപ്പൊ ആ ഒരു ടൈമാണ് നമുക്ക് കിട്ടിയുള്ളൂ ആകെ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് എനിക്കൊന്ന് JSA ബാക്കിലോട്ട് പോയി. അതെ, JSA എനിക്ക് വളരെ ചെറിയ മാർക്കിന് അത് പോയി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ JSA രണ്ടാമതും കേരള ബാങ്ക് ആദ്യമായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രണ്ടും കിട്ടിപ്പോയി. അപ്പൊ സമയത്തിന്റെ ആ ഒരു അവൈലബിലിറ്റി. അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന വെച്ചാല് നമുക്ക് ഇവിടുത്തെ ടൈം എങ്ങനെയായാലും നമുക്ക് 5 മണിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ബ്രാഞ്ച് പോസ്റ്റ് നമുക്കത് പറ്റില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ഈ സമയം മാനേജ് ചെയ്യുന്നതിന്? ആക്ച്വലി ഞാൻ ലീവ് എടുത്തുമായിരുന്നു. ഏപ്രിൽ 15 തൊട്ട് ഞാൻ ലീവ് എടുത്തു. ലീവ് എടുത്ത് തന്നെ പഠിക്കുമായിരുന്നു. കാരണം എന്റെ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ കണ്ടത്. അങ്ങനെ ലീവ് എടുത്ത് പഠിച്ചാലേ കിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. കാരണം ഇഷ്ടംപോലെ ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, എക്സാമിന് എഴുതുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പോൾ വെറുതെ പോയി എനിക്ക് വെച്ചാൽ ഒരു 13 വർഷം, ഞാൻ 13.5 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞാനിത് ശരിക്കും പറഞ്ഞാൽ പഠനത്തിന് ശേഷം ഇതിനേക്ക് തൊട്ട് നോക്കിയിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ അത്രയും ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വെറുതെ ഓൺലൈൻ ക്ലാസ് കൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ എത്തിയത്. അപ്പൊ ഫുൾ ടൈം ആയിട്ട് ആദ്യം ഇറങ്ങി തിരിച്ചു. പക്ഷെ JSAയുടെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ഒരു ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു തീരുമാനം എടുത്തതിന്റെ ഒരു ഔട്ടും കൂടെയാണ് നമുക്ക് ബെഞ്ചമിന്റെ ആ ഒരു 80 റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ കാരണം നമുക്ക് ഒരു ജോലിയോടൊപ്പം പഠനം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് ഫുള്ളായിട്ട് പഠനമൊന്നുമില്ല. കാരണം നമുക്ക് അത്രയും ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ ഇരിക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണോ പ്രോബ്ലംസ് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു സേഫ് സോൺ ആണല്ലേ? അതെ, തീർച്ചയായിട്ടും ആണ്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നമ്മൾ സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു വലിയ കാര്യം എനിക്ക് മനസ്സിലായത്. നമ്മൾ ആ സേഫ് സോൺ വിട്ട് നമ്മൾ പുറത്തേക്ക് എപ്പോഴാണോ ഇറങ്ങുന്നത് അപ്പോഴാണ് നമുക്ക് പുതിയ വാതിലുകൾ തുറന്നു കിട്ടുന്നത്. ശരിക്കും എനിക്കിതിനകത്ത് നന്ദി പറയാനുള്ളത് എൻ്റെ ക്രൈസിസുകളോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ 13 വർഷത്തിൽ എൻ്റെ സർവീസിനിടയിലുണ്ടായ പല ക്രൈസിസുകളും എന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ മേഖലയിലേക്ക് കിടക്കാനും പ്രചോദനമാവുകയത്. അപ്പോൾ അതാണ് എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും ക്രൈസിസ് വരുമ്പോൾ പ്രശ്നമാണല്ലോ എന്ന് വിചാരിക്കും.
പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ എടുക്കാമെന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ബാങ്കിലെ 13 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്നെ സഹായിച്ചത്. കാരണം ബാങ്കുകൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഇതിന്റെ നേതൃത്വമായിട്ട് നിന്ന മാനേജ്മെന്റ് ഉണ്ട്. അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കും പുതിയൊരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിലൂടെയാണ് ഞാനും പഠിച്ചത്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ശരിക്കും വരുന്നത്. ഇപ്പോൾ ബെഞ്ചമിൻ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെ പേടിക്കുന്നുണ്ട് അല്ലേ? പ്രശ്നങ്ങൾ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു അറിവ് അത് എപ്പോഴും നിങ്ങളെ അല്ലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കും എന്നുള്ള ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിളാണ് ബെഞ്ചമിൻ. അപ്പൊ പിന്നെ ലീവ് എടുത്തിട്ട് ഫുൾ ടൈം നമ്മൾ പഠനം തന്നെയായിരുന്നു അല്ലേ? ലീവ് എടുത്തിട്ട് ഫുൾ ടൈം പഠനമായിരുന്നു. കാരണം മുന്നേ പഠിച്ചു തുടങ്ങിയവരുടെ ഒപ്പം എത്തണം. ആ ഓട്ടത്തിൽ അത് സാറിന്റെ ക്ലാസ്സുകളിലെ ചില മോട്ടിവേഷണൽ ടോക്കുകളാണല്ലോ, അതാണ് ശരിക്കും എന്നെ കുറച്ചുകൂടെ പ്രചോദിപ്പിച്ചത്. എന്നുവെച്ചാൽ മുന്നേ പോയവരുടെ അടുത്തേക്ക് ഓടി എത്തണമെങ്കിൽ നമ്മൾ അതിലും വേഗം ഓടിയേ പറ്റുള്ളൂ. അപ്പോൾ രാത്രി പകലാക്കി പലപ്പോഴും വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ കമ്പൈൻ സ്റ്റഡികളുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. കാരണം എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവര് ഒരാള് ഇതുപോലെ തന്നെ സകാരിയുടെ ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേര് എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് ഉണ്ടായിരുന്നത്. ഒരാള് റോഷ്നി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ആളാണ്, മറ്റൊന്ന് സിനി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ആളാണ്. അപ്പം രാത്രികളെ പകലാക്കിക്കൊണ്ട് ഞങ്ങള് ഇപ്പോ കോൺഫറൻസ് കോൾ ഇട്ട് ഞങ്ങൾ രാത്രികൾ വിളിച്ച് തന്നെ ഇങ്ങനെ പഠിക്കും. അതോടൊപ്പം തന്നെ ഈ വെളുപ്പിന് രാവിലെ ഒന്നെങ്കിൽ ഞാൻ വിളിച്ചെഴുന്നേപ്പിക്കും 4 മണിയാകുമ്പോൾ, അല്ലെങ്കിൽ അവർ വിളിച്ചെഴുന്നേപ്പിക്കും 4 മണിയാകുമ്പോൾ. അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി കൂടിയാണ് ശരിക്കും ഇതിനകത്ത് എനിക്ക് ഗുണകരമായിട്ട് മാറിയിട്ടുള്ള സാധനം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെഞ്ചമിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കിപ്പോൾ സഹകാരിയിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും എവിടെ പഠിച്ചാലും നിങ്ങൾക്ക് സമാന മനസ്കരായിട്ടുള്ള ആൾക്കാരെ അല്ലെ പരസ്പരം പ്രചോദിപ്പിക്കാൻ ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക, അവരോടൊപ്പം നമ്മൾ ഷെയർ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ അത് പഠനത്തിന്റെ മറ്റൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയാവുന്ന കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്കത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റേച്ച് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് PSC പഠനത്തെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനും നല്ലൊരു എക്സാമ്പിൾ ബെഞ്ചമിൻ തരാൻ പറ്റി. ഓക്കെ, അപ്പോൾ ബെഞ്ചമിൻ ഓവറോൾ നമ്മുടെ ബെഞ്ചമിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ അപ്പോൾ ഒരുപാട് പേര് ഇനിയും നമുക്ക് എസ്പെഷ്യലി നിങ്ങൾ ഇതുപോലെ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വേക്കൻസികൾ അവിടെ റിപ്പോർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയാലും 400-ലധികം വേക്കൻസികൾ CSEBിൽ റിപ്പോർട്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന ഒരു വർഷത്തോളം അപ്പോൾ പറഞ്ഞാൽ JSEയുടെയും കേരള ബാങ്കിൻ്റെയും കൂടെ അഡ്വൈസ് ബൾക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നോർമലി കുറച്ചധികം വേക്കൻസികൾ നമ്മുടെ സഹകരണ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടായാലും അത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്, മറ്റൊരു വാതിൽ തുറക്കപ്പെടുകയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുക. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. കൂടുതലായിട്ട് കമ്പൈൻ സ്റ്റഡികൾ, പിന്നെ ഞാൻ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുക, എവിടുന്നെല്ലാം അറിവ് കിട്ടാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുക, വർക്ക് ചെയ്യുക. ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. എനിക്ക് അതാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും മനസ്സ് മടുക്കരുത്. സാറ് പറയുന്ന പോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് ഒപ്പിടുന്ന ടൈം വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക, വിജയം നിങ്ങളുടെ ഭാഗത്തായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി. താങ്ക് യു.